ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്ത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിച്ചു. ഇന്ത്യ ആദ്യം എന്നതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ ആപ്തവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂകമ്പം നാശം വിതച്ച മ്യാൻമാറിന് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് വിലയിരുത്തും. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനം 2025 ഉദ്ഘാടനം ചെയ്യും. ദേശീയ ഹരിത ട്രൈബ്യൂണൽ സംഘടിപ്പിക്കുന്ന 2 ദിവസത്തെ പരിപാടിയിൽ പ്രധാന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ചർച്ചയാകും. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണ നിയന്ത്രണം, ജൈവവൈവിധ്യ സംരക്ഷണം, സുസ്ഥിര വികസനം എന്നിവയുൾപ്പെടെ ഗുരുതര വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്ന 4 പ്രധാന സെഷനുകൾ സമ്മേളനത്തിൽ ഉണ്ടാകും. നാളെ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ അധ്യക്ഷത വഹിക്കും. ബീഹാറിലെ കോസി, മേച്ചി നദികളെ ബന്ധിപ്പിക്കുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകിയ കേന്ദ്രമന്ത്രിസഭാ തീരുമാനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രശംസിച്ചു. പട്ന സസാരം മേഖലയിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്ന ഗ്രീൻഫീൽഡ് 4-വരിപ്പാത ഇടനാഴി പദ്ധതിക്കും ഇന്നലെ കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകിയിരുന്നു. ബീഹാറിന്റെ സമഗ്ര വികസനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ഇലക്ട്രോണിക് വസ്തുക്കളുടെ നിർമ്മാണം, വിതരണ ശൃംഖല എന്നിവ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് 22,000 കോടി രൂപയുടെ ഇലക്ട്രോണിക്സ് ഘടക വസ്തു നിർമ്മാണ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയതായി കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഇലക്ട്രോണിക്സ് മേഖല വൻ വളർച്ച കൈവരിച്ചതായും ഉൽപാദനം 5 മടങ്ങ് വളർന്നതായും അദ്ദേഹം അറിയിച്ചു. പുതിയ പദ്ധതി 91,000-ലധികം പേർക്ക് നേരിട്ടും നിരവധി പേർക്ക് പരോക്ഷമായും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. Historic decision has been taken today. Complete electronics की मैन्युफैक्चरिंग वैल्यू चेन में ये 22,919 करोड़ का पूरा पैकेज है एंड दिस विल बी ओवर 6 years. बहुत सारे सेक्टर्स सर्व होंगे, इलेक्ट्रॉनिक्स, टेलीकॉम, कंज्यूमर, मेडिकल डिवाइसेस, ऑटोमोबाइल, पावर सेक्टर, और केवल इस स्कीम से डायरेक्टली एम्प्लॉयमेंट जनरेट होगा 91,600. കർഷകർക്ക് താങ്ങാനാവുന്ന വിലയിൽ സബ്സിഡിയുള്ള വളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനായി ഫോസ്ഫാറ്റിക്, പൊട്ടാസ്യം വളങ്ങൾക്ക് സബ്സിഡി നിരക്കുകൾ അംഗീകരിച്ചതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിച്ചതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. ഈ വർഷം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന വിധത്തിലാണ് വർധന വരുത്തുന്നത്. ലോകത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും സുരക്ഷിതമാക്കുന്നതിലും ഇന്ത്യയുടെ പങ്ക് സുപ്രധാനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ മന്ത്രം ഇന്ത്യ ആദ്യം എന്നതാണെന്നും ന്യൂഡൽഹിയിൽ ഒരു സ്വകാര്യ ചാനൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യൻ യുവത നൈപുണ്യശേഷിയുള്ളവരായി മാറുകയാണെന്നും അവർ നവീനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മ്യാൻമാറിലും തായ്ലൻഡിലും കഴിഞ്ഞ ദിവസമുണ്ടായ വൻ ഭൂചലനത്തിൽ 150ഓളം പേർ മരിച്ചതായി റിപ്പോർട്ട്. റിക്ടർ സ്കെയിലിൽ 7.7ഉം 6.4ഉം തീവ്രത രേഖപ്പെടുത്തിയ തുടർച്ചാ ഭൂകമ്പങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി. മ്യാൻമാറിലെ 6 മേഖലകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്നു വീണ് 10 പേരാണ് മരിച്ചത്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഭൂകമ്പമുണ്ടായ മ്യാൻമാറിന് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യ. ടെന്റുകൾ, പുതപ്പുകൾ, ജനറേറ്ററുകൾ, ഭക്ഷണം, അവശ്യമരുന്നുകൾ തുടങ്ങി 15 ടണ്ണോളം സാധനങ്ങളാണ് നൽകുന്നത്. ഭൂകമ്പമുണ്ടായ മ്യാൻമാറിലെയും തായ്ലൻഡിലെയും ജനങ്ങളുടെ സുരക്ഷയ്ക്കായി പ്രാർത്ഥിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ദുരന്തമേഖലയിൽ വേണ്ട സഹായങ്ങൾ നൽകുന്നതിന് വിദേശകാര്യ മന്ത്രാലയത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. വൈകിട്ട് ഗോത്ര സാഹിത്യോത്സവത്തിന്റെ സമാപന ചടങ്ങിലും കേന്ദ്ര സഹമന്ത്രി സംബന്ധിക്കും. ലഹരി വിരുദ്ധ ക്യാമ്പയിന് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ സേവനം പ്രയോജനപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് കർമ്മ പദ്ധതി വികസിപ്പിക്കുമെന്നും തീരദേശ പിന്നാക്ക മേഖലകളിൽ സ്കൂളുകൾക്ക് മുൻഗണന നൽകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 120ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പരിപാടിയുടെ പ്രാദേശിക പരിഭാഷയും ഉണ്ടാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങൾ സന്ദർശിക്കും. മഹാരാഷ്ട്രയിൽ നാഗ്പൂരിലെ സ്മൃതി മന്ദിരം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നാഗ്പൂരിലെ മാധവ് നേത്രാലയ പ്രീമിയം സെന്ററിന്റെ ശിലാസ്ഥാപനവും നിർവഹിക്കും. ഛത്തീസ്ഗഡിലെ ബിലാസ്പൂരിൽ 33,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികളും പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 3-ന് തായ്ലന്റ് സന്ദർശിക്കും. പ്രധാനമന്ത്രിയുടെ 3ാമത്തെ തായ്ലന്റ് സന്ദർശനമാണിത്. തന്ത്രപരമായ മേഖലകളിൽ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയായി. US ഡെപ്യൂട്ടി സെക്രട്ടറി ക്രിസ്റ്റഫർ ലാൻഡോവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. തായ്ലന്റിലെ ബിംസ്റ്റെക് ഉച്ചകോടിക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം 4 മുതൽ 6 വരെ ശ്രീലങ്ക സന്ദർശിക്കുമെന്ന് ശ്രീ വിക്രം മിസ്രി അറിയിച്ചു. ഇന്ത്യയുടെ അയൽപക്കം ആദ്യം എന്ന നയത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം പറഞ്ഞു. The India-Sri Lanka relationship is one that is rooted in deep civilizational links based on shared ties of history, religion, culture, and strong people-to-people ties, as well as in the modern era, very close economic, cultural, and technical partnership. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. രാത്രി 7:30 നടക്കുന്ന ആദ്യ പ്ലേ ഓഫിൽ ബംഗളൂരു മുംബൈ സിറ്റിയെ നേരിടും. അടുത്ത മാസം 12-നാണ് ഫൈനൽ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഇന്നലെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ചെന്നൈ സൂപ്പർ കിങ്സിനെ 50 റൺസിന് പരാജയപ്പെടുത്തി. 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 146 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. ഇന്ന് രാത്രി 7:30-ന് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഈദ് ഉൽ ഫിത്തറിനോടനുബന്ധിച്ച് UAE 500 ഇന്ത്യൻ തടവുകാർക്ക് മാപ്പ് നൽകി. തടവുകാരെ മോചിപ്പിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സജീവവും സുസ്ഥിരവുമായ നയതന്ത്ര ശ്രമങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദശകത്തിൽ വിവിധ രാജ്യങ്ങളിൽ തടവിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യൻ പൌരന്മാരുടെ മോചനം സാധ്യമായിരുന്നു. കര വ്യോമസേനകൾക്കായി 156 ലൈറ്റ് കോംബാറ്റ് ഹെലികോപ്റ്ററുകൾ നിർമ്മിച്ചു നൽകുന്നതിന് ഹിന്ദുസ്ഥാൻ എയ്റോനോട്ടിക്സ് ലിമിറ്റഡുമായി പ്രതിരോധ മന്ത്രാലയം കരാറിൽ ഒപ്പുവച്ചു. പ്രചണ്ഡ് ഹെലികോപ്റ്ററും അനുബന്ധ ഉപകരണങ്ങളും ഉൾപ്പെടെ നിർമ്മിക്കുന്നതിന് 62,700 കോടി രൂപയുടെ കരാറാണ് ഒപ്പുവച്ചത്. സായുധ സേനയുടെ പോരാട്ടശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ കരാറുകൾ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. ATMൽ നിന്നും പണം പിൻവലിക്കുന്നതിനുള്ള ചാർജിൽ 2 രൂപ വർധന വരുത്താൻ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകി. അക്കൌണ്ടുള്ള ബാങ്കിന്റെ ATMൽ നിന്നും പ്രതിമാസം നടത്തുന്ന 5 സൌജന്യ ഇടപാടുകൾക്ക് പുറമേയുള്ളതിനാണ് ചാർജ് വർധന ബാധകമാവുക. മെയ് 1-ന് ഇത് പ്രാബല്യത്തിൽ വരും. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനത്തിനിടെ അസിസ്റ്റന്റ് കമാൻഡന്റ് ട്രെയിനി കുഴഞ്ഞു വീണ് മരിച്ചു. മാഹി ചെമ്പ്ര സ്വദേശി R രബിജിത്താണ് മരിച്ചത്. 24 വയസ്സായിരുന്നു. തൃശൂർ പൂരം വെടിക്കെട്ട് സംബന്ധിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്ര സർക്കാർ നടത്തിയ പെസോ നിയമ ഭേദഗതിയിൽ കേന്ദ്ര തീരുമാനം ഉണ്ടാകാത്തതിനെ തുടർന്ന് വെടിക്കെട്ട് പ്രതിസന്ധിയിലെന്ന് പാറമേക്കാവ് ദേവസ്വം. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ വകുപ്പിന് കീഴിലുള്ള പെസോയാണ് ഭേദഗതിയിൽ ഇളവ് നൽകേണ്ടത്. ഫയർ ലൈനിലേക്ക് മാഗസിനിൽ നിന്ന് 200 മീറ്റർ അകലം എന്നതായിരുന്നു ഭേദഗതി. പ്രശസ്ത സംസ്കൃത പണ്ഡിതനായ മഹാമഹോപാധ്യായ സാധു ഭദ്രേഷ് ശാസ്ത്രിന് 2024-ലെ സരസ്വതി സമ്മാൻ നൽകും. സ്വാമി നാരായണ സിദ്ധാന്ത സുധ എന്ന കൃതിക്കാണ് പുരസ്കാരം. സംസ്ഥാനങ്ങളിലെ അഗ്നിശമന സേവനങ്ങളുടെ വിപുലീകരണവും ആധുനികവൽക്കരണവും ലക്ഷ്യമിട്ട് കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങൾക്കുള്ള 1,604 കോടി രൂപയുടെ പദ്ധതികൾക്ക് ശ്രീ അമിത്ഷായുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി അംഗീകാരം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ ദേശീയ പരിസ്ഥിതി സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. രാജ്യത്ത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇലക്ട്രോണിക്സ് ഘടക നിർമ്മാണ പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്രം. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2% ക്ഷാമബത്ത അനുവദിച്ചു. ഇന്ത്യ ആദ്യം എന്നതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ ആപ്തവാക്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
ഭൂകമ്പം നാശം വിതച്ച മ്യാൻമറിന് ദുരിതാശ്വാസ സഹായവുമായി ഇന്ത്യ. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ ഇന്ന് വിലയിരുത്തും. ISL ഫുട്ബോൾ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.